ഇസ്രായേൽ സൈന്യവും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള അതിർത്തിയിൽ ഏറ്റുമുട്ടലുകളും പിരിമുറുക്കവും വർദ്ധിക്കുന്നതിനിടെ ആശങ്ക പ്രകടിപ്പിച്ച UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയത് ആഴ്ചകൾക്ക് മുമ്പാണ്. ലെബനനെ മറ്റൊരു ഗാസയാക്കരുതെന്നാണ് ഗുട്ടറസ് അന്ന് പറഞ്ഞിരുന്നത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷമാണ് ഗാസയിൽ എന്ന പോലെ ലെബനൻ അതിർത്തിയിലും അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായത്. ഒക്ടോബർ 8 ഹിസ്ബുള്ളയിലെ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണ പരമ്പര 9 മാസമായി തുടരുകയുമാണ്. ഹമാസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ പ്രഹരശേഷിയുള്ള സംഘടനയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ പക്കൽ 1,50,000 റോക്കറ്റുകളും മിസൈലുകളും അടങ്ങുന്ന സ്ഫോടക ശേഖരമുണ്ടെന്നാണ് അനുമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇറാൻ പിന്തുണയ്ക്കുന്നതിന് കാരണം ഇസ്രായേൽ എന്ന രാജ്യമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തിനെയോ അതിന്റെ ഭരണകൂടത്തെയോ ഇറാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക സഹായകമാണ് ഹിസ്ബുള്ളയുടെ നട്ടെല്ലെന്നും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും സംഘടനയും തമ്മിലുള്ള യുദ്ധമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. ഇതോടെ അതിർത്തിയിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 10,000 ആളുകൾ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. 90,000 ലെബനൻ പൗരരും 60,000 ഇസ്രായേലികളും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇതുവരെ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 21 സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ വാദം. സർക്കാർ കണക്കുകളിൽ ഇത് 12 പേരാണ്. 466 ലെബനൻ പൗരൻ മരിച്ചുവെന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലെബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലെബനീസ് റെസിഡൻസ് ബ്രിഗേഡുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഷെബ ഫാമിലെ ഇസ്രായേലി റുവൈസത്ത് അൽ ഖർൻ സൈറ്റിന് നേരെ റോക്കറ്റ് പ്രയോഗിച്ചതായി സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും ഇപ്പോൾ ഉള്ളത്. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയ്ക്കുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ മുന്നറിയിപ്പിനോട് ചേർത്ത് വായിക്കേണ്ടി വരുന്ന അക്രമമാണ് ലെബനീസ് റെസിസ്റ്റൻസ് ബ്രിഗേഡുകൾ നടത്തിയത്. 2006 ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിൽ 1000 ലെബനൻ സിവിലിയൻസ് ആണ് മരിച്ചത്. ഇസ്രായേൽ ഭാഗത്തെ മരണസംഖ്യ 160 ആയിരുന്നു. ഇതിൽ ഭൂരിപക്ഷവും സൈനികരുമായിരുന്നു. ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ലെബനൻ അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുകയാണ്. ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന വൈറ്റ് ഫോസ്ഫറസ് എന്ന രാസവസ്തു വ്യാപകമായി ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ കടത്തിവിടുന്നതാണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനനിലെ ജനങ്ങൾക്ക് ശ്വസിക്കാനോ അവരുടെ വിളകൾക്ക് വളരുവാനോ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 ഒക്ടോബർ മുതൽ ഈ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ കണ്ടെത്തുകയും ചെയ്തതാണ്. എന്നാൽ യുദ്ധത്തിന്റെ സ്മോക്ക് സ്ക്രീൻ ഉപയോഗിക്കുന്നത് സാധാരണയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വാദം. എന്നാൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ശ്വാസം കിട്ടാതെ പായുന്നത് നിരപരാധികളായ ജനങ്ങളുമാണ്. US, UK, ജർമ്മനി, കാനഡ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ലെബനിൽ നിന്നും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന കമാൻഡർ മുഹമ്മദ് അന്നിമാസ് നാസറിനെ ഇസ്രായേൽ വധിച്ചതിനു ശേഷം ഈ മേഖലയിൽ സംഘർഷം കടുക്കുമെന്നതിന്റെ സൂചന കൂടിയാണിത്. ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിൽ പരാജയപ്പെട്ടതാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രായേലിനോ ലെബനനോ ഒട്ടും ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ഇരു വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ മേഖലയിലാകെ വളരെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറിയേക്കും. ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് 53,000 ഇസ്രായേലികളും ലെബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് 1,00,000-നടുത്ത് ലെബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.